ഇതേ കണ്ടില്ലേ, നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആ കളറിൽ തന്നെയാണ് കേട്ടോ. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഉപ്തൻ പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് സോപ്പ് മേക്ക് ചെയ്യാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നതാണ്, ആരും ചെയ്യാറില്ല. അപ്പൊ എന്തായാലും ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഉപ്തന്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്തൻ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്. അപ്പൊ നമ്മുടെ ഉപ്തൻ പൗഡറിൽ അലോവേറ, അതുപോലെ തന്നെ നമ്മുടെ ചന്ദനം, ഓറഞ്ച് പീൽ പൗഡർ, അതുപോലെ തന്നെ റോസ് പെറ്റൽസ്, കസ്തൂരി മഞ്ഞൾ, അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി, നീം പൗഡർ, ഇതെല്ലാം കൂടിയിട്ടാണ് ഉപ്തൻ പൗഡർ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് ഇനി വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫേസ് പാക്ക് ഒക്കെ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സോപ്പ് മേക്ക് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോഡ് മിൽക്കിന്റെ ബേസിൽ വേണമെങ്കിൽ ചെയ്യാം, ഷിയ ബട്ടറിന്റെ ബേസിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അൾട്രാ വൈറ്റ് ബേസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിന്റെ ബേസ് ആണ്. അപ്പൊ ഇത് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ്. പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആണ് കേട്ടോ. ഇതിൽ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ബേസ് ആണ്. അത് കാരണം നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ് വെജിറ്റബിൾ ഗ്ലിസറിനും വൈറ്റമിനിയും. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഓയിൽസോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജോജോബ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഷിയ ബട്ടർ ഉണ്ടെങ്കിൽ ഷിയ ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ സോപ്പ് ബേസ് ഇനി നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടാൽ മതി കേട്ടോ. നമ്മൾ മെൽറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുമ്പോൾ ലോങ് ആവുന്നു, കുറേ പേര് പരാതി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുമെന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെ പറയുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വൈറ്റമിനിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ടാബ്ലറ്റ് ഞാനൊരു 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജ് ഗ്ലിസറിനോട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്തന്റെ പൗഡർ എടുത്തിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്തൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ DM വാട്ടർ ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആവുന്ന അളവിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ്. ഇനി നമുക്ക് ഇത് ബേസിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൽ എല്ലാ പൗഡറും ആഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഉപ്തൻ്റെ പൗഡറിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. അത്രയും അടിപൊളിയാണ് കേട്ടോ ഉപ്തൻ പൗഡർ. ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെമ്പകത്തിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല സ്മെല്ലാണ് ചെമ്പകത്തിൻ്റെ. അതോടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മോൾഡ് ഇവിടെ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓരോ മോൾഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ കൂടെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലെ ബബിൾസ് ഒക്കെ പോകും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് സെറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇനി നമുക്ക് ഓരോ മോൾഡിൽ നിന്നായിട്ട് സോപ്പുകൾ എടുക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, നമ്മൾ വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആ കളറിൽ തന്നെയാണ് കേട്ടോ. ഇതേ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സോപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്ക് സോപ്പുകളെല്ലാം കവർ ചെയ്തെടുക്കാം കേട്ടോ. ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്ന് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ, ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നത്തേതും പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.